ഹലോ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി അഫ്ഗാനി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചിക്കൻ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് റെസിപ്പിയാണ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ 500 grams ആണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അതൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബോണും ബോൺലെസ് പീസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് മാരിനേറ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് 1 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി വലിയ നാരങ്ങയുടെ നീര്, ആ കുരുവൊന്ന് മാറ്റിയിട്ട് നാരങ്ങയും കൂടെ സ്ക്വീസ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ചിക്കനിലോട്ടൊന്ന് ചേരണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു 30 minutes മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. സോ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കിന് നമുക്കൊരു അടിപൊളി പേസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അഫ്ഗാനി ചിക്കനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മസാല. സോ അത് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ 15 minute നല്ല ചൂട് വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള കാഷ്യൂസും ബദാമും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 2 ചെറിയ സവോള, 1 കൈപ്പിടി നിറയെ മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി, 1 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം, പിന്നെ പുതിനയിലയും നമ്മൾ ചേർത്തിട്ടുണ്ട്. പുതിനയില നമ്മൾ മല്ലിയില എടുക്കുന്നതിനേക്കാളും കുറച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം ഒന്നും ചേർക്കണ്ട, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ കാഷ്യൂസും ബദാമും കുതിർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ ആ ഒരു ഗ്രേവി സെറ്റ് ചെയ്തെടുക്കണം. സോ അതിനായിട്ട് ഇവിടെ 1 കപ്പ് തൈരാണ്, പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രം ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് വാങ്ങുന്നതിനൊന്നും പുളിവ് കാണത്തില്ല. ശേഷം നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം ഞാൻ 1 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ തൈര് മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ പേസ്റ്റ് ഫോമിൽ വെച്ചിട്ടുള്ളത് അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇത്തരം ഡിഷസിനൊക്കെ ഒരു ഫ്ലേവർ തരുന്നതാണ് കസ്തൂരി മേത്തി എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഈ ഉലുവ ഇലയാണ് ഇത്. അപ്പോൾ അത് നമുക്കിങ്ങനെ പാക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും. സോ അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എരിവ് വേണമെങ്കിൽ ഇനി നമുക്ക് കൂട്ടാവുന്നതാണ്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ആ ക്രീമും തൈരും അതുപോലെ തന്നെ മറ്റ് മസാലകളും എല്ലാം കൂടെ നന്നായിട്ടൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ ആ ഒരു മിക്സ്ചറിലോട്ട് നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ ചിക്കൻ പീസസിലേക്ക് നമ്മൾ ആ ഒരു മസാല ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ ചിക്കൻ അതിലേക്ക് കമ്പൈൻ ചെയ്യിപ്പിക്കുക. എത്രത്തോളം മസാലയുണ്ടോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ മസാല ഫുള്ള് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചിക്കൻ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു 30 minutes അവിടെ ഇരിക്കട്ടെ. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു പാന് ഗ്യാസിൽ വെക്കുക. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് നമ്മളിപ്പം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ വശവും ഇനി എന്ത് ചെയ്യാം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമുക്കൊരു ഏകദേശം ഒരു 70 to 80% നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഒരു 20% അല്ലെങ്കിൽ 25% നമ്മൾ ആ ഗ്രേവിയിൽ കിടന്നിട്ട് ചിക്കനെ ബാക്കി കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതേ ചിക്കൻ 2 സൈഡും നന്നായിട്ട് നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ആയിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ആ ഗ്രേവിയും ചിക്കനും കൂടെ കമ്പൈൻ ചെയ്തെടുക്കണം. ഇതിന് ഏറ്റവും ബെറ്റർ ബട്ടറാണ്. ഇപ്പോൾ ഞാനിവിടെ 100 gram ബട്ടറാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒരു നേർപകുതി അല്ലെങ്കിൽ ഒരു 50 gram ബട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം അതിനേക്ക് അതൊന്ന് മെൽട്ടായി വന്ന ശേഷം ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഹോൾ സ്പൈസസ് മസാലകളുണ്ടല്ലോ, അതിനകത്ത് കറുവപ്പട്ട, നമ്മൾ ഏലക്ക, അതുപോലെ തന്നെ കുരുമുളക്, ഇത്രയുമാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് ഇട്ടിട്ട് അതിന് നല്ലൊരു മണം ആ ഒരു സമയത്ത് വരും. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഇനി നമ്മുടെ കയ്യിൽ ആ ചിക്കൻ പീസസ് വറുത്ത് കഴിയുമ്പോഴത്തേന് ആ ഗ്രേവി ആ പാത്രത്തിൽ തന്നെ കാണും. ആ ഗ്രേവി എന്ത് ചെയ്യുക, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രേവിയാണ് ഈ ഒരു റെസിപ്പിയുടെ ഭയങ്കര ഹൈലൈറ്റ്, ഭയങ്കര മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കൊരു സ്പൈസസ് കാണും, അതുപോലെ തന്നെ ഒരു സ്വീറ്റ്നെസ് കാണും, എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു എക്സാക്റ്റ് റെസിപ്പിയാണ്. സോ നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ അവശേഷിച്ചത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വരും. ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെ ലൂസാക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് പാല് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്.
നമ്മൾ ആ ചേർത്ത ഗ്രേവി നന്നായിട്ടൊന്ന് ബോയിലായി ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കിന് ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 ബാച്ചസ് ആയിട്ട് കുറച്ച് പീസസ് ആഡ് ചെയ്ത് ആ ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ള സെറ്റ് ആഡ് ചെയ്ത് അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ചിക്കൻ ഇതിൽ കിടന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് നന്നായിട്ട് കുക്കായി വരണം. അപ്പം ഈ ചിക്കനും അതുപോലെ തന്നെ ഈ ഗ്രേവിയും എല്ലാം കൂടെ കമ്പൈൻഡ് ആകും. നല്ലൊരു സ്മെല്ലൊക്കെ ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ലിഡ് ക്ലോസ് ചെയ്തിട്ട് 15 മിനിറ്റ്സ് അത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിം ആയിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നോക്കിക്കുക, നന്നായിട്ടത് കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതേ നമ്മുടെ അഫ്ഗാനി ചിക്കൻ 15 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ശരിക്കും ആ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇത് നമുക്ക് ഇനി റൈസിൻ്റെ കൂട്ടത്തിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് ഐറ്റംസ് ആയിട്ടുള്ള നാനാണെങ്കിലും ചപ്പാത്തി എന്തിൻ്റെ കൂട്ടത്തിലും നമുക്ക് സൈഡ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു ഗൈസ്.